തോൽക്കില്ല എന്ന വിശ്വാസവും അതുപോലെ തന്നെ വിജയിക്കണം എന്ന മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് എന്തും നേടാവുന്നതേ ഉള്ളൂന്നേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടാറ്റേന്റെ ഓണറായ രത്തൻ ടാറ്റ, അദ്ദേഹത്തിന്റെ കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്റെ രാജ്യത്ത് എന്തെങ്കിലും വലിയ കാര്യമായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇന്റീരിയസ് കാറായ ഇൻഡിഗോ കൊണ്ടുവരുന്നു. പക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ വലിയ റിസൾട്ടും കാര്യങ്ങളൊന്നും ലഭിച്ചില്ല. മാർക്കറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഡൗൺ ആയി. അതുപോലെ തന്നെ പ്രോഫിറ്റിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലും നല്ല രീതിക്ക് മോചി. അങ്ങനെ അദ്ദേഹം ടാറ്റ കമ്പനി വിൽക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ഫോർഡിന്റെ ഓണറായ വിൽഫോർഡിന്റെ അടുത്തേക്ക് അദ്ദേഹം ചെല്ലുന്നു. അദ്ദേഹം ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇത് കേട്ട വിൽഫോർഡ് അദ്ദേഹത്തോട് പറയുന്നു, തന്നെ കൊണ്ട് കൂട്ടിയേ കൂടില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് എന്ന്. ഇത് കേട്ട രത്തൻ ടാറ്റ തന്റെ ഡിസിഷൻ മാറ്റിയെടുക്കുന്നു. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നു. എന്ത് വില കൊടുത്തിട്ടായാലും തന്റെ ടാറ്റ കമ്പനി വലിയൊരു ലെവലിൽ എത്തിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഒടുവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രൈസ് വാല്യൂ ഉള്ള കാറുകളിൽ ഒന്നായി മാറുന്നു ടാറ്റ. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേസും. നമ്മൾ വലിയ കാര്യമായിട്ട് ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും